എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 3 മണി പ്രാർത്ഥന വളരെയധികം പ്രതിഫലം ലഭിക്കുന്നതാണ്, കൂടാതെ വളരെ ശക്തിയേറിയതാണ്. 3 മണി പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വെളുപ്പിന് 3 മണിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം 4 യാമങ്ങളാണ് ഉള്ളത്. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, രാത്രി 9 മണി മുതൽ 12 മണി വരെ 2-ാം യാമം, വെളുപ്പിന് 12 മണി മുതൽ 3 മണി വരെ 3-ാം യാമം, വെളുപ്പിന് 3 മണി മുതൽ രാവിലെ 6 മണി വരെ 4-ാം യാമം എന്നിങ്ങനെയാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഇതാണ് യഹൂദന്മാരുടെ ഒരു ദിവസം. 4 യാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെളുപ്പിന് 3 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം. ഇതിനെ 4-ാം യാമം എന്ന് പറയുന്നു. 4-ാം യാമത്തിൻ്റെ തുടക്ക സമയമാണ് 3 മണി. 4-ാം യാമത്തെ ഫോർത്ത് വാച്ച് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 4-ാം യാമത്തിനെ കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 25-ാം വചനത്തിൽ, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു എന്ന് കാണുവാൻ കഴിയുന്നു. യേശു കടലിന്മീതെ നടന്ന യാമമാണ് 4-ാം യാമം. യേശു ഒരു ദിവസത്തെ 2-ആയി തിരിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ, അതിന് യേശു പകലിന് 12 മണി നേരമില്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ പകൽ സമയം 12 മണിക്കൂറാണെന്ന് യേശു പറഞ്ഞു. വെളുപ്പിനെ 3 മണി വരെയുള്ള സമയം പൈശാചിക ശക്തികൾക്കെതിരെ ദൈവദൂതന്മാർ യുദ്ധം ചെയ്യുന്ന സമയമാണ്. ദൈവദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. മനുഷ്യൻ ഗാഢനിദ്രയിലേക്ക് വീഴുന്ന സമയമാണ് ഈ സമയം. നിങ്ങൾക്ക് ഈ സമയം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ നടക്കും. കാരണം മനുഷ്യർ ഉറങ്ങുന്ന സമയം നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ശ്രദ്ധിക്കും. എവിടെ നിന്നാണ് സ്തോത്രവും സ്തുതിയും ഉയരുന്നതെന്ന് ദൈവം നോക്കും. കൂടാതെ ദൈവദൂതന്മാരുടെ ആത്മീയ യുദ്ധത്തിൽ നിങ്ങളും പങ്കാളികളാവുകയാണ് ഇതിലൂടെ. 3 മണി പ്രാർത്ഥനയുടെ പ്രതിഫലം വളരെ പെട്ടെന്നും ഇരട്ടിയുമായിരിക്കും. നിങ്ങളുടെ അടഞ്ഞുകിടക്കുന്ന നിർജീവമായ പ്രാർത്ഥനാ വിഷയങ്ങൾ 3 മണി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നോക്കൂ. വലിയ വിടുതൽ അനുഭവിച്ചറിയാം. ബന്ധനങ്ങൾ അഴിയും, രോഗങ്ങൾ സൗഖ്യമാകും, പാപികൾ മാനസാന്തരപ്പെടും, നിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമായി തീരും. ഒരു പ്രതീക്ഷയുമില്ലാത്ത വിഷയത്തിന്മേൽ പോലും ദൈവം പ്രവർത്തിക്കും. നീ വിശ്വസിക്കുന്നു എങ്കിൽ ഉണർന്ന് പ്രാർത്ഥിച്ചോളൂ, നീ നിരാശനാകയില്ല. 3 മണി പിശാചുക്കൾ സകല ശക്തിയും എടുത്ത് പ്രവർത്തിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയം ദൈവമക്കളുടെ പ്രാർത്ഥന ഉണ്ടാകുന്നത് പിശാചിൻ്റെ ശക്തിയെ കെടുത്തുകളയും. ഇതൊരു പോരാട്ടത്തിൻ്റെ സമയമാണ്. പലർക്കും ഈ സമയം ഉണരുവാൻ സാധിക്കയില്ല. ഗാഢനിദ്രയിൽ തന്നെ അവർ ആയിരിക്കും. രാത്രിയിലായിരുന്നു ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. സംഹാരദൂതൻ കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേലിയരുടെ ഭവനങ്ങളിലെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും കണ്ട് അവരെ വിട്ട് കടന്നു പോയത് രാത്രിയിലായിരുന്നു. പുറപ്പാടെഴുതിയ പുസ്തകം 12-ാം അധ്യായം 3 മുതൽ, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ വീതം എടുക്കണം. 6-ാം വാക്യത്തിൽ, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറയ്ക്കണം. അതിൻ്റെ രക്തം കുറേ എടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളയ്ക്ക് 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. അന്നു രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. 12-ാം വാക്യത്തിൽ, ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടന്നൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും എന്ന് എഴുതിയിരിക്കുന്നു. 4-ാം യാമത്തിൽ നടന്ന ചില പ്രധാന കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നമുക്ക് നോക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 24-ാം വചനത്തിൽ, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കിയെന്ന് കാണുവാൻ കഴിയുന്നു.
പ്രഭാതയാമം എന്ന് പറയുന്നത് വെളുപ്പിനെ 3 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയമാണ്. രൂപാന്തരങ്ങൾ സംഭവിക്കുന്ന യാമമാണിത്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുന്ന സമയമാണിത്. അതിരാവിലെ 3 മണി മുതൽ രാവിലെ 6 വരെയുള്ള സമയത്ത് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങളെ പ്രത്യേകം ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിൻ്റെ പദ്ധതി പട്ടണത്തിലിറക്കുവാൻ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വീണിരിക്കുന്നു. പട്ടണത്തിലെ ദൈവ പദ്ധതികൾ നടപ്പിലാക്കുവാൻ പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് റോമാ പടയാളികൾ ഡ്യൂട്ടി മാറുന്നത്. രാത്രി 6 മണി മുതൽ വെളുപ്പിനെ 3 മണി വരെ കാവൽ നിൽക്കുന്ന 6000 മുതൽ 8000 വരെയുള്ള റോമൻ പടയാളികൾക്ക് പകരം മറ്റൊരു 6000 മുതൽ 8000 വരെയുള്ള പടയാളികൾ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സമയമാണിത്. മാറ്റം കൊണ്ടുവരുന്ന ഒരു യാമമാണിത്. അപകടങ്ങൾ ഉണ്ടാകാത്തത്, ദൈവദാസന്മാർ വീഴാത്തത്, മാരക രോഗങ്ങൾ തൊടാത്തത്, മന്ത്രവാദങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടത് ഈ സമയത്ത് പ്രാർത്ഥിച്ച ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ്. സ്വർഗീയ നിയമനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രഭാതയാമത്തിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു നേരിടേണ്ടതിന് നേരിടുവാനും തകർക്കേണ്ടതിനെ തകർക്കുവാനും 4-ാം യാമം ദൈവം ഉപയോഗിക്കുന്നു. ദൈവം മനുഷ്യനെ നോക്കുന്ന സമയമാണ് 4-ാം യാമം. ദൈവം ഫറവോനെയും സൈന്യത്തെയും നോക്കിയപ്പോൾ അവൻ തകർന്നു പോയി. യേശു തന്നെ തള്ളിപ്പറഞ്ഞ് പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് മടങ്ങി വന്നു. വിജയങ്ങൾ മുഴുവൻ ഡിക്ലെയർ ചെയ്യുന്നത് 4-ാം യാമത്തിലാണ്. പിതാവായ ദൈവം ഫറവോനെ നോക്കിയതും യേശു പത്രോസിനെ നോക്കിയതും പ്രഭാതയാമത്തിലാണ്. ഈ സമയത്തിനായി ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ന്യായാധിപന്മാർ 7-ാം അധ്യായം 19-ാം വചനത്തിൽ, മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അറ്റത്ത് എത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു എന്ന് എഴുതിയിരിക്കുന്നു. 3-ാം യാമത്തിലാണ് യുദ്ധം ആരംഭിച്ചത്. 4-ാം യാമത്തിൽ ഇസ്രായേൽ ജയിച്ചു. 4-ാം യാമത്തിലാണ് വിജയം വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24-ാം വചനത്തിൽ, അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവന് ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തുടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. 4-ാം യാമത്തിലാണ് ഇസ്രായേൽ എന്ന പേര് യാക്കോബിന് ലഭിച്ചത്. നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത് 4-ാം യാമമാണ്. 1-ാം യാമത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പടകിൽ യാത്ര പുറപ്പെട്ടു. 2-ാം യാമത്തിൽ അവർ യാത്ര തുടർന്നു. എന്നാൽ 4-ാം യാമത്തിലാണ് യേശു കടലിലൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നത്. ആക്സിഡൻറ്റുകൾ ഏറ്റവും അധികം നടക്കുന്നത് 4-ാം യാമത്തിലാണ്. 2-ാം യാമത്തിലും 3-ാം യാമത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ 4-ാം യാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വചനം ഇപ്രകാരം പറയുന്നു, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകു കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. 4-ാം യാമത്തിലാണ് ഭൂതങ്ങൾ വെളിയിലിറങ്ങുന്നത്. അതിനാലാണ് ശിഷ്യന്മാർ യേശുവിനെ കണ്ട് ഭൂതമെന്ന് തെറ്റിദ്ധരിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ൽ 4-ാം യാമത്തിൻ്റെ പ്രത്യേകത എത്തേണ്ട സ്ഥലത്തിൽ നിങ്ങളെ എത്തിക്കുന്നു. നിന്റെ പ്രത്യാശയില്ലാത്ത പല വിഷയങ്ങളിന്മേലും വിടുതൽ ലഭിക്കുന്ന സമയമാണിത്. നീ കരഞ്ഞ വിഷയത്തിൽ നിനക്ക് അനുഗ്രഹം ലഭിക്കുന്ന സമയമാണിത്. അതിനാൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.